മോതിരത്തിൽ കല്ല് വെച്ചതുപോലെയുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ല ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിക്കാണ് അങ്ങനെ പറയാറ്. മലയാളത്തിലുള്ള ഒരു ചൊല്ലാണത്. ഇന്ന് ഞാൻ അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഞാനുള്ളത് പൂക്കാട്ടുപടിയിലാണ്. 7 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട്. നല്ല റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. കണ്ടംപററി സ്റ്റൈലിലാണ് വീട് വരുന്നത്. 4 ബെഡ്റൂമുകൾ ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. വീടിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 5-6 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. കൂടാതെ ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഏകദേശം ഒരു 13 മീറ്ററെങ്കിലും വലിപ്പമുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ്. ആ വീട് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീടിൻ്റെ മുമ്പിലായി കയറുന്നത് ഈ കാണുന്ന വലിയ റോഡാണ്. 13 മീറ്ററെങ്കിലും വിടുത്തുള്ള റോഡാണ്. BMBC നിലവാരത്തിൽ ടാർ ചെയ്ത റോഡാണിത്. വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് മതിലിൽ നിന്ന് തുടങ്ങാം. പക്ഷേ അതിനു മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള പുതിയ വീടുകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും വീഡിയോയിലേക്ക്. വീടിൻ്റെ മതിൽ വളരെ സിമ്പിളായിട്ട് നൽകിയിരിക്കുന്നു. ഓരോ പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം ഗേറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 5ഓളം ഗേറ്റ് ലൈറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന സ്ലൈഡിങ് ഗേറ്റാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്ലൈഡിങ് ഗേറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിലും GI ഷീറ്റിലുമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തായിട്ട് ഒരു ഫോൾഡിംഗ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുറ്റത്തേക്ക് വരികയാണെങ്കിൽ വിശാലമായിട്ടുള്ള വലിയ മുറ്റം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ബാംഗ്ലൂർ സ്റ്റോണാണ്. അതിനിടയിലായിട്ട് ബ്ലാക്ക് കളറുള്ള കോബിൾ സ്റ്റോൺസും നൽകിയിരിക്കുന്നു. 5 വാഹനങ്ങളെങ്കിലും മിനിമം പാർക്ക് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. കൃത്യമായും വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് ഈ കിണർ നൽകിയിരിക്കുന്നത്. വീടിന് കാർ പോർച്ച് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. 2 വലിയ വാഹനങ്ങൾ കാർ പോർച്ചിൽ മാത്രം നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. മുഴുവനായി കണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ വലിയൊരു ജനൽ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിലേക്ക് നമ്മൾ ഇനി വരികയാണെങ്കിൽ ബോക്സി ടൈപ്പ് ഡിസൈൻ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലിയ ബാൽക്കണി, ഫ്രണ്ടിലായിട്ട് വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ബാൽക്കണി വരുന്നുണ്ട്, ഇവിടെയും ബാൽക്കണി വരുന്നുണ്ട്. സ്ക്വയർ ട്യൂബ്, അതായത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് അവിടെ നൽകിയിരിക്കുന്നത്. മുകളിൽ ലൂവർ ഡിസൈൻ്റെ പാറ്റേൺ കാണാം. പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ബോക്സി ടൈപ്പിലാണ് വീട് വരുന്നത്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മീറ്റർ സ്പേസ് എങ്കിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുന്നു. ഇതുപോലെ തന്നെ പെബിൾസും ഇവിടെ വിരിച്ചിരിക്കുന്നതായി കാണാം. നമുക്കൊന്ന് നോക്കാം. വീടിന് ഈ ഭാഗത്തും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു സ്പേസ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു കോർട്ട്യാർഡ് സ്പേസ് വരുന്നുണ്ട്. അത് വരുന്നത് ഇവിടെയാണ്. ഡൈനിങ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സ്പേസാണ് ഇവിടെ. ഇതാണ് ആ കോർട്ട്യാർഡ് സ്പേസ്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ നൽകിയിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മോട്ടറെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളം വീഴുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പുറകുവശം നമ്മൾ കണ്ടതാണ്. ഇനി വീടിൻ്റെ അകത്തേക്കാണ് പോകേണ്ടത്. അകത്തേക്ക് പോകാം. വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. വലിയ നീളത്തിലുള്ള സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. 2 സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. പുറകിലായിട്ടുള്ള ജനൽ കാണാം. മോഡേൺ ഡിസൈനിൽ തന്നെയാണ് ജനലുകൾ വരുന്നത്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റിങ്ങും ഫാനും ഇവിടെ LED ലൈറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറിലേക്ക് വരികയാണെങ്കിൽ തേക്കുഡിലാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. പാനലിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള, കയറി വന്നാൽ നമുക്കറിയാം, മനോഹരമായിട്ടുള്ള ഒരു ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമുക്ക് നേരെ ലിവിങ്ങിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ലിവിങ് സ്പേസ്. ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിയാൽ അറിയാം, നമുക്ക് ഷാൻലിയറെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു സ്പേസ് തന്നെയാണ് ഇത്. ഇവിടെ ജനൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ അഴികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയ വിൻഡോസാണ് വരുന്നത്. 2 വശത്തും വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് മുകളിൽ ലോവർ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അവിടെ സിലിണ്ടറിക്കൽ LED ലൈറ്റുകളും കൊടുത്തിരിക്കുന്നതായി കാണാം. TV യൂണിറ്റ് ഇവിടെയാണ് വരുന്നത്. ബ്ലാക്ക് കളറാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇവർ ലോവർ ഡിസൈൻ പാറ്റേൺ വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കുന്നത് ഈ കാണുന്ന പാർട്ടീഷൻ വാളാണ്. ഇവിടെ ക്യൂരിയോസ് വയ്ക്കാനുള്ള സ്പേസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം ഡൈനിങ് സ്പേസിലേക്ക്.
ഇതാണ് ഡൈനിങ് ഏരിയ. വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ. നമുക്ക് ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിളെങ്കിലും ഇടാൻ പറ്റുന്ന വലിയ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഡോറ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ കോർട്ട്യാർഡ് സ്പേസിലേക്ക് പ്രവേശിക്കാൻ പറ്റിയ ആ ഒരു ഏരിയ ആണിത്. നമ്മൾ നേരത്തെ കണ്ട കോർട്ട്യാർഡ് സ്പേസ് ഇവിടെയാണ് വരുന്നത്. വീണ്ടും വീടിൻ്റെ അകത്തേക്ക് വരികയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റെയറിനടിയിലുള്ള സ്പേസാണ്. വേണമെങ്കിൽ ഒരു ഫാമിലി ലിവിംഗ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പേസാണ് ഇത്. ഇവിടെ UPVC വിൻഡോ നൽകിയിട്ടുണ്ട്. ഗ്ലാസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുകളും ഒരുക്കിയിരിക്കുന്നു. അതിന് താഴെയൊക്കെ ആയിട്ട് സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഈ ഡൈനിങ് സ്പേസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയ. നമുക്ക് നോക്കിയാൽ അറിയാം നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഈ വാൾ മുഴുവനായിട്ട് കിച്ചൻ്റെയും ഈ വാഷ് കൗണ്ടറിൻ്റെയും ഏരിയ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഗോൾഡൻ സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലൂവർ ഡിസൈൻ പാറ്റേൺ ആണ് വരുന്നത്. ഇവിടെ ടവൽ റാഡ് കാണാം. ഇവിടെ റൗണ്ട് ഷേപ്പിലാണ് LED മിറർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് കളറിലാണ്, ഐലൻഡ് ടൈപ്പിലാണ് ഈ വാഷ് കൗണ്ടർ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫാൻ നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിങ്ങുകളാണ് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫിൻ്റെ ഏരിയ ആണ്. ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചണാണ്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹാർക്കി ഡ്രൈവ് കാണാം. അകത്തേക്ക് വരികയാണെങ്കിൽ വലിയ വിശാലമായിട്ടുള്ള കിച്ചൺ തന്നെ കൊടുത്തിട്ടുണ്ട്. പുറത്തൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. അത് കിച്ചൺ നോക്കാം. ഇവിടെ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ നല്ല രസം അതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഗ്രീൻ ഷെയ്ഡിലുള്ള കബോർഡുകളാണ് വരുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകൾ നൽകിയിരിക്കുന്നു. ഇവിടെ പ്യുവർ ഫ്ലെയിംസിൻ്റെ ഒരു ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിച്ചൺ വിൻഡോ, സ്റ്റോറേജ് സ്പേസും ഫ്രിഡ്ജും ഇവിടെയാണ് ഫ്രിഡ്ജും ഒക്കെയാണുള്ള ഓപ്ഷൻ നൽകിയിരിക്കുന്നത്. വലിയ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജും ഒക്കെയാണുള്ള ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസുള്ള കിച്ചണാണ്. കൂടാതെ നമുക്ക് വർക്ക് ഏരിയ സ്പേസ് കൂടിയുണ്ട്. നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ പോലെ തന്നെ തോന്നിക്കുന്ന ഒരു വലിയ വർക്ക് ഏരിയ സ്പേസ്. ഏത് ഷേപ്പിലാണ് ഇവിടുത്തെ കൗണ്ടർ ടോപ്പ്. ഇതിവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. ഈ ഭാഗത്തും എല്ലാം ഫുള്ളി കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഡോറ് തുറന്നാൽ നമുക്ക് സൈഡിലേക്ക് ഇറങ്ങിപ്പോകാവുന്നതാണ്. വീടിൻ്റെ പുറത്തേക്ക് പോകാനുള്ള സ്പേസാണ് ഇത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമുകൾ നോക്കാം. 2 ബെഡ്റൂമുകൾ താഴെയുണ്ട്. മുകളിൽ 3 ബെഡ്റൂമുകളുണ്ട്. ഒരു യൂട്ടിലിറ്റി സ്പേസും 2 ബാൽക്കണിയും ഉണ്ട്. ആദ്യം താഴത്തെ നിലയിലുള്ള ബെഡ്റൂം. താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മളുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഡോറ്. തേക്കൂട്ടിൽ തന്നെയാണ് എല്ലാ ഡോറുകളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കട്ടിലുകൾക്കെല്ലാം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ തന്നെ ഈ കാണുന്ന ജനലാണ് വലിയ വിൻഡോ. അതായത് കാർ പോർച്ചിൻ്റെ പുറകെയുള്ള ജനലാണ്. സ്ക്വയർ ട്യൂബിൻ്റെ അരികൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബും നല്ല ഭംഗിയുള്ള വാർഡ്രോബ്. ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഹാൻഡിലുകൾ നൽകിയിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസും ഒരുപാട് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചെറിയൊരു ഡ്രസ്സിങ് സ്പേസ് വേണമെങ്കിൽ നമുക്കിവിടെ ചെയ്തെടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഫുൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് തേക്കുട്ടിൻ്റെ ഡിസൈനുള്ള ഫൈബർ ഡോറാണ്. ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിലേക്ക് വരുമ്പോൾ നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഗ്ലോസി ആയിട്ടുള്ള ടൈലുകളാണ് വാൾ ടൈലുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈലൈറ്ററായിട്ട് ഇവിടെ വേറെ ഡിഫറെൻറ്റ് കളറുള്ള ടൈല് നൽകിയിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കുമാണ് വരുന്നത്. ജാഗ്വാറിൻ്റേതാണ് ഫിറ്റിങ്സുകൾ വരുന്നത്. ഇവിടെ സെൻറ്റർ ഭാഗത്തെല്ലാം ഷവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാനിറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിനും നൽകിയിരിക്കുന്നു. താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇനി കാണാനുണ്ട്. ആ ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ വാഷ് കൗണ്ടറിനോട് ചേർന്നിട്ട് തന്നെയാണ് ആ ബെഡ്റൂമിലേക്കുള്ള ഡോറ്. 2 ബെഡ്റൂമുകളും നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ ഡോർ. തേക്കൂട്ടിൽ തന്നെ നിർമ്മിച്ച ഒരു ഡോറ് തന്നെ കൊടുത്തിട്ടുണ്ട്. 2 വശത്തും ജനലുകളാണ്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ, ഇവിടെ ചെറിയൊരു സൈഡ് ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് വിൻഡോ, ഇവിടെ വാർഡ്രോബ്. 4 പാളിയുള്ള വാർഡ്രോബാണ്. മുകളിലെ ഫോൾ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ലോവർ ഡിസൈൻ പാറ്റേണും വരുന്നുണ്ട്. ഫാനെല്ലാം BLDC ഫാനുകളാണ് എല്ലാ റൂമിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിനേക്കാൾ അല്പം കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 ടൈപ്പുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ ക്ലോസറ്റ്, ബാക്കി എല്ലാ ഫിറ്റിങ്സുകളും നാം സെയിം തന്നെയാണ്. മുകളിൽ നിന്നാണ് ഷവർ കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ കണ്ടു. ഇനി മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റെപ്പ് വരുന്നത് ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വുഡിലാണ് ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത്. തേക്കുഡ് തന്നെയാണ്. ആ തേക്കുഡിൻ്റെ ഫിനിഷിംഗ് വർക്ക് നമുക്ക് നല്ല രീതിയിൽ ഇവിടെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നേരെ പോകുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. പോകുന്ന വഴിയിലൂടെ നമുക്കൊരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു ചെറിയ ഷാൻലിയറും കൊടുത്തിരിക്കുന്നു. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നിരിക്കുന്നത് നേരെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇതാണ് അപ്പർ ലിവിങ് സ്പേസ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള അപ്പർ ലിവിങ് സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ TV യൂണിറ്റാണ് വരുന്നത്. ജനലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് നല്ല ലൈറ്റ് വരുന്നുണ്ട്. ഓപ്പൺനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഫുള്ള് ഗ്ലാസ് വിൻഡോസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കണ്ട ആ ലിവിങ് സ്പേസില്ല, അതിൻ്റെ മുകളിലെ വശമാണ്. ആ ഷാൻഡിയറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ ഒരു ചെറിയ വർക്ക് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സ്റ്റോറേജ് സ്പേസ്, താഴെ നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിരിക്കുന്നു. 3 ബെഡ്റൂമുകളുണ്ട് മുകളിലത്തെ. ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. ബെഡ്റൂമുകൾക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല, സെയിം ബെഡ്റൂമുകൾ തന്നെയാണ് വരുന്നത്. ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ടാവും, 2 സൈഡിൽ ടേബിൾ ഉണ്ടാവും. ഇവിടെ 4 പാളിയുള്ള വിൻഡോ, ഇവിടെ വാർഡ്രോബ്, ഇവിടെ ബാത്റൂമും വരുന്നുണ്ട്. ബാത്റൂമിൻ്റെ ടൈലുകൾക്ക് ഹൈലൈറ്ററിന് മാത്രമാണ് ഈ ബാത്റൂമിലുള്ള ഒരു വ്യത്യാസം. താഴത്തെ നിലയിലുള്ള ബാത്റൂമിനേക്കാൾ അല്പം കൂടി സ്പേഷ്യസ് ആണ് ഈ ബാത്റൂം. അത് മാത്രമാണ് ഒരു വ്യത്യാസം. ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം നോക്കാം. ഇവിടെയാണ് അടുത്ത ബെഡ്റൂം. ഇതാണ് ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നിന്ന് ഈ ബെഡ്റൂമിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. അതുപോലെ തന്നെയുള്ളൊരു ബാത്റൂം തന്നെയാണ് അത്. നമ്മൾ അതുകൊണ്ട് ആ ബാത്റൂം കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ 5ാമത്തെ ബെഡ്റൂം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി സ്പേസ്, ബെഡ്റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഏരിയയാണ്. കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ബെഡ്റൂം ആക്കാം, അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ് ആക്കി മാറ്റാവുന്നതാണ്. ഇവിടെ ഒരു വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റാണ് വരുന്നത്. അയൺ ചെയ്യാനൊക്കെ ഉള്ള ഒരു ടേബിൾ ഇവിടെ ഓൾറെഡി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് ആ ടേബിൾ. സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണി കൂടി കാണാനുണ്ട്. നല്ല ഭംഗിയുള്ള ബാൽക്കണി തന്നെയാണ് ഈ വീടിന് വരുന്നത്. നല്ല ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് വരുന്നത്. കട്ടിയുമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലാണ്. ഒരു ക്ലോസ്ഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. ഇവിടെ ഉള്ളിലൊക്കെ ഉപയോഗിച്ച ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സിലിണ്ടറിക്കൽ ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് വലിയൊരു ഏരിയയാണ്, ഓപ്പൺ സ്പേസാണ്. ബാൽക്കണിയുടെ ഒരു ഓപ്പൺ സ്പേസാണ്. ഇവിടെ വെള്ളം വീഴുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ല ഗ്രിപ്പുള്ള ടൈലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വലിയൊരു സ്പേസ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആവുന്നുണ്ട്. 7 സെൻറ്റ് സ്ഥലത്ത് 2800 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വെറും 9 കിലോമീറ്റർ മാത്രമാണ്. ഏകദേശം ഒരു 5 വാഹനമെങ്കിലും മിനിമം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കിണർ വെള്ളം അവൈലബിൾ ആണ്. KWA വാട്ടർ കണക്ഷൻ. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 4 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം. ചാർട്ടർ സ്കൂളിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കൊച്ചി ഇൻ്റർനാഷണൽ സ്കൂളിലേക്കും അത്ര തന്നെയാണ് ദൂരം വരുന്നത്. സമരട്ടൻ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. വലിയ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീട് വളരെ മനോഹരമായിട്ടുള്ള വീടാണ്. പെട്ടെന്ന് സെയിലാവാൻ സാധ്യതയുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന വില 1,75,00,000 രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിളിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.